ഇന്നലെ തൊട്ടേ വ്ളോഗ് എടുക്കാനുള്ള മൂടേ പോയി. അപ്പോൾ അതിനെല്ലാം ഒരു കാരണമുണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങനെ നമ്മൾ എവിടെ ഇനി ഹസ്രത്ത് ബാലി പോയി, അതുപോലെ വേറെ എവിടെ പോയി, വേറെ ആ മറ്റേ എന്താ പറയുക പേര് പറഞ്ഞായി വാൽനട്ടിൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, പഠിച്ചു വാങ്ങിച്ച് നമ്മൾ നേരെ തിരിച്ചു വന്നു. പിന്നെ പള്ളീൻ്റെ ഉള്ളിലൊക്കെ രണ്ടാമത് കയറി ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോന്നു. എന്നിട്ടിപ്പോൾ വാപ്പസ് ആയേगा हाँ रेडी है उसके साथ बात किया? हाँ बात किया था। अच्छा हिसाब किताब किया? कल रात में बात किया था। हाँ हिसाब किताब किया? हैं हिसाब किया? हाँ खत्म हो गया, खत्म पूरा खत्म हो गया। कैसा है? कटरा वापस जाएगा? यहाँ से टैक्सी उधमपुर तक, वहाँ से ट्रेन है। ഗൈസ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, വെക്കേറ്റ് അടിക്കുകയാണ്, കാശ്മീരിൽ നിന്ന് തിരിച്ചു പോവാണ്. അപ്പം ഇനി നാട്ടിലേക്ക് പോകണ ആ ഒരു വ്ളോഗും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. ചെറിയ എന്താ പറയുക ഫുട്ടേജൊക്കെ എടുത്തിട്ട് നൈസായിട്ട് ഈ ഒരു വീഡിയോ നമ്മളങ്ങനെ നാട്ടിലെത്തുന്ന വരെ ചിലപ്പോൾ ഡൽഹി വരെ ഉണ്ടാവുള്ളൂ. നാളെ ചിലപ്പോൾ വേറെ സ്പോട്ടിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷെയർ ടാക്സിക്ക് നമ്മൾ ആദ്യം ഉധംപൂർ പോകും, പിന്നെ ഉധംപൂരിൽ നിന്ന് രാത്രി ട്രെയിന് നേരെ ഡൽഹിക്ക്. അപ്പോൾ അങ്ങനെ നാളെ രാവിലെ എന്താ പറയുക 10 മണിക്ക് നമ്മൾ ഡൽഹി എത്തും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത ആ ഒരു കാര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ 10 മണിക്ക് എത്തുമ്പോൾ നമുക്ക് ഈ ട്രെയിനിൽ നിന്ന് അത്താൻ കഴിക്കേണ്ടി വരും. അതുപോലെ പോകുന്ന വഴിക്ക് ഇപ്പോൾ ഏകദേശം 5:30 കഴിഞ്ഞിട്ടുണ്ട്, 5:30 സമയം. അപ്പോൾ പോകുമ്പോൾ നോമ്പ് തുറക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് നൈസായിട്ട് കാണാം ഗൈസ്. ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഇവിടെ നിർത്തിയിട്ടോ, പള്ളിയിൽ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നു. എങ്ങനെയുണ്ട്? നൈസ് ഏരിയ അല്ലേ? കാശ്മീരിലെ പള്ളിയിലെ ആദ്യത്തെ നോമ്പ് തുറ അല്ലേ? അതെ, കാശ്മീരിലെ പള്ളിയിലെ ആദ്യത്തെ നോമ്പ് തുറ. ഞാനിപ്പോൾ ഉള്ളത് ജാമിയ മില്ലിയ എന്ന് പറയുന്ന ഒരു സ്പോട്ടിലാണ്. അപ്പൊ ഞാൻ നമ്മുടെ നാട്ടിൽ ഒരുത്തുണ്ട്, സവാദിന്റെ കമ്പനിക്കാരുണ്ട് ഇവിടെ. അപ്പൊ ഓന്റെ അടുത്തോട്ട് വന്നതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് കാണാൻ വിചാരിച്ച് വന്നതാണ്. ശരിക്കും ലഗേജ് ഒക്കെ വെക്കാന്ന് വിചാരിച്ച് വന്നതാണ്. എനിക്ക് രാത്രി റെസ്റ്റോറന്റിനെ കാണാൻ വേണ്ടി പോകണമെന്നുണ്ടേനി. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ച് വന്നേനി, പക്ഷെ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ റെസ്റ്റോറന്റ് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലഗേജ് ഒന്നും വെച്ച് പോകേണ്ട ആവശ്യമില്ല. സോ നമ്മൾ തിരിച്ചു പോകണം. അപ്പൊ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റി ആണ് കേട്ടോ. ഈ റംസാൻ ആയതുകൊണ്ട് ഫ്രൂട്ട്സ് എല്ലാം വിൽച്ച് നോക്കിക്കേ, നല്ല തിരക്കുണ്ട് ഇവിടെ ഫ്രൂട്ട്സ് എല്ലാം വിൽക്കുന്ന സ്പോട്ടിൽ. കണ്ടാ ഈ ഒരു ഭയങ്കര ഒരു റഷ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ഞാൻ വരുന്ന സമയത്തും കണ്ടിനി എല്ലാവരും ഫ്രൂട്ടും അതുപോലെ വെജിറ്റബിളും ഒക്കെ വാങ്ങിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നോക്കിക്കേ എങ്ങനെയുണ്ട്. എന്താ ഉണ്ടായെന്ന് വെച്ചാല് ടിക്കറ്റ് എടുത്തില്ല ഇനി വരുമ്പോ നമ്മള് പെട്ടെന്ന് എന്താ പറയാ ഉധംപൂർക്ക് ടാക്സി ഒക്കെ വന്ന് പരക്കം വാങ്ങി ട്രെയിൻ കിട്ടിയത്. അപ്പൊ അങ്ങനെ വന്ന സ്ഥിതിക്ക് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. സോ TTR വരുന്നുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെയൊക്കെ എസ്കേപ്പ് ആയി. അപ്പൊ അവന്മാര് ബാക്കിൽ നിന്ന് പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെയ്തു. ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഇറങ്ങിപ്പോയി. അപ്പൊ അങ്ങനെ പോയ സ്ഥിതിക്ക് എന്തായി, നമുക്ക് സംഭവം ഒന്നും പറ്റിയില്ല. എനിക്കാണെങ്കിൽ ഇറങ്ങാനും പറ്റിയില്ല. ട്രെയിൻ അപ്പോൾ ആ സ്റ്റേഷനിൽ എടുത്തുകയും ചെയ്ത്. അങ്ങനെ പിന്നെ ഞാൻ ഡൽഹി വന്നിറങ്ങി. മണിക്കൂറിനുള്ളിൽ സൂര്യൻ ഇങ്ങോട്ട് എത്തും. എന്നിട്ട് നമ്മളെല്ലാവരും ഇന്ന് ജമാ മസ്ജിദിലാണ് നോമ്പ് തുറക്ക് കൂടാൻ വേണ്ടി പോകുന്നത്. ഇതൊക്കെ നോക്കിയിട്ട് നോമ്പ് തുറ സ്പെഷ്യൽ വിഭവങ്ങളാണ് നമുക്ക് ഒരു സൈഡിലെല്ലാം കാണാൻ പറ്റുന്നത്. ഈ സൈഡിൽ പല ഐറ്റംസ് പൊരികളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടുത്തെ ഓരോരോ എന്താ പറയുക സ്ട്രീറ്റ് ഫുഡ്സ് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ റംസാൻ ആയതുകൊണ്ട് നമുക്കതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെയുള്ള സ്ട്രീറ്റ് ഫുഡ്സ് ഒന്നും ഞാനങ്ങനെ ഒഴിവാക്കാറില്ല. പക്ഷേ ഇപ്പോൾ സാഹചര്യ സമ്മർദ്ദവശാൽ നമുക്ക് അതെല്ലാം ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ നൈറ്റ് ഇറങ്ങും. അങ്ങനെ നമ്മൾ അവിടുന്ന് പിന്നെ അക്ഷർധാം പോയിട്ടോ. അക്ഷർധാം എന്ന് പറയുമ്പോൾ വളരെ അടിപൊളിയാണ് സംഭവം. നമ്മളെ നരേന്ദ്രമോദി ഉണ്ടാക്കിയൊരു സംഭവമാണ്. പക്ഷേ ഭയങ്കര ഒരു സമാധാനം അതിൻ്റെ ഉള്ളിൽ എന്തെന്നറിയില്ല. അക്ഷർധാം ആർക്കും അറിയില്ല കേട്ടോ. അത് അങ്ങനെ ഒരു സ്പോട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ കാര്യമൊന്നും നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റില്ല. ഇതിനകത്തോട്ട് കയറി തന്നെ കാണണം. പക്ഷേ ഇതിനകത്തോട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ ഫോൺ ഒന്നും തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ലോക്കർ സംഭവമൊക്കെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ പോകുന്ന സമയത്ത് മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ അത്രയ്ക്കൊരു അതിനകത്തുള്ള ഒരു ഫീല് ഒരു പോസിറ്റീവാണ്. അതുപോലെ ഇതുവരെ കാണാത്ത ഒരുപാട് ഈ വെറൈറ്റി ഒരു എന്താ പറയുക മൊത്തത്തിലൊരു ചേഞ്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതിനകത്ത്. ഈ ഒരു ക്യാമറ അതുപോലെ മൊബൈൽ ഫോൺ വരെ അങ്ങോട്ട് അലോ ചെയ്യാത്തതുകൊണ്ട്
അതിൻ്റെ ഒരു വിഷ്വൽസും നിങ്ങൾ പുറത്ത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് ഒഴിവാക്കേണ്ട ഒരു സ്പോട്ട് എന്ന് ഞാൻ പറയുകയാണ്. നമ്മൾ ഹുമയൂൺ ടെമ്പിൾ എത്തിയിട്ടുണ്ട്. ഹുമയൂൺ ടെമ്പിൾ അപ്പോൾ നമ്മൾ ഇന്ന് നോമ്പ് ഇറക്കാൻ വേണ്ടി പോകുന്ന എവിടുക്കാന്ന് വെച്ചാൽ ഈ സമുദ്രം ഇറക്കിയെടുക്കാണ് സംഭവം. ഞാൻ വ്ളോഗൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇന്നലെ തൊട്ടേ വ്ളോഗ് എടുക്കാനുള്ള മൂഡേ പോയി. അപ്പോൾ അതിനെല്ലാം ഒരു കാരണം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ വീട്ടിലെത്തിയിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ വ്ളോഗ് എടുക്കാനുള്ള മൂഡേ ഇല്ല. ഒന്നാമത് നോമ്പുണ്ട്, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും വീട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളുള്ളത് ഹുമയൂൺ ടെമ്പിളിലാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എത്തിയപ്പോൾ ഒരു സമാധാനമുള്ള ആംബിയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുവാണ്. അപ്പോൾ എന്തായാലും നേരെ ഇനി ഇത് കഴിഞ്ഞിട്ട് നാളെ വീണ്ടും വീഡിയോ ഒരു ദിവസം സ്റ്റേ അടിക്കും. അത് കഴിഞ്ഞിട്ട് നേരെ നാട്ടിൽ പോകും. അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് കാരണം എന്നൊക്കെ ഞാൻ നാട്ടിൽ പോയിട്ട് പറഞ്ഞുതരാം ഗൈസ്. രമേശ് വെറുതെ വ്ളോഗ് എടുത്തിട്ടേ ഇല്ല. വേണ്ട ഗൈസ് അങ്ങനെ നമ്മള് ജമാ മസ്ജിദ് എന്താ പറയാ, നിസാമുദ്ദീൻ ദർഗ വന്നിട്ട് ഫുഡ് കഴിക്കാണ്. നമ്മളെ മെയിൻ സ്പോട്ട്, നമ്മൾ വന്ന സമയത്ത് കഴിച്ച സെയിം സ്പോട്ട് അല്ലേ. കബാബ് ഉണ്ട്, റൊട്ടി, അൽഫാം. ഗൈസ് അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം ഈ രാവിലെ തന്നെ എണീറ്റ് യമുനഘട്ട് വന്ന കേട്ടോ. ഇവിടുത്തെ ഒരു സൺറൈസും അതുപോലെ ഈ ഒരു വ്യൂവും എല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമില്ലേ. നോക്കിക്കേ, നമ്മൾ വിചാരിച്ച ആ ഒരു സംഭവം തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. ഗൈസ് അങ്ങനെ പിന്നെ നമ്മൾ ഏകദേശം 38 മണിക്കൂറോളം ട്രെയിനിലേക്ക് ഇരുന്നിട്ടാണ് നാട്ടിലെത്തിയത്. അപ്പോൾ ഈ ഒരു ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയും നാട്ടിലെത്തിയാൽ മതി എന്നൊക്കെ തോന്നി ലാസ്റ്റ് ഘട്ടത്തിൽ. സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് കേട്ടോ. നമ്മളെ കൂടെ ഉള്ളവരെന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണ് ഡൽഹിയിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോയായിട്ട് നമ്മൾ അത്രയ്ക്ക് കണക്റ്റായി. അപ്പോൾ നമ്മളെ എന്താ പറയുക, കൂടെ ഉള്ള ഒരാൾ ഫോണൊക്കെ പോയി. അപ്പോൾ അങ്ങനെ ഫോണൊക്കെ പോയി ആകെ സീനായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ജമാ മസ്ജിദ് പോകുന്ന സമയമുണ്ടല്ലോ, ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് ഞാൻ ജമാ മസ്ജിദിലോട്ട് പോകുമ്പോഴാണ് ഞാൻ ഒരു ന്യൂസ് അറിഞ്ഞത് ഫോൺ പോയ കാര്യമല്ലോ. അപ്പോൾ എനിക്ക് തന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡ് മൊത്തത്തിൽ പോയി. പിന്നെ ഇങ്ങനെ ആ ഒരു ഫോണിൻ്റെ വൈത്തലെ കുറേ നടന്ന്, അതായത് പോലീസ് സ്റ്റേഷനിൽ കയറി അങ്ങനെയൊക്കെ ഇറങ്ങി. പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയപ്പം അവിടെ വേറെ ഫോൺ പോയ കേസുകൾ വന്നിട്ടുണ്ട്. ഇതുപോലെ ഏതോ 14 Pro അതെന്തോ പോയി അങ്ങനെ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു സമാധാനം. കാരണം ഇവൻ്റെ ഫോൺ ഒരു ആൻഡ്രോയിഡ് ഫോണാണ്, ഏകദേശം ഒരു 18,000 റേറ്റ് വരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു സമാധാനം. ഐഫോണൊക്കെ പോകുന്നുണ്ട്, ഓൻ്റെ അതിൽ ചെറുതാണെന്നൊക്കെ ഉള്ള തോന്നൽ ഒരു ചെറിയ സമാധാനം വരും. അപ്പോൾ എങ്ങനെ ആയാലും അങ്ങനെ ഫോണൊക്കെ പോയി. നമ്മൾ മൊത്തത്തിൽ ഡൗൺ കഴിഞ്ഞു. എല്ലാവരും ഫോൺ പിന്നെ സൂക്ഷിക്കുക. അതുപോലെ എൻ്റെതൊക്കെ ഫോൺ പോയാൽ കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല. എല്ലാ കാര്യം മെയിൻ ഫോണാണ് ഇപ്പോൾ എല്ലാവർക്കും. രാവിലെ എണീറ്റ് ആദ്യം തന്നെ നോക്കുന്ന ഫോൺ. അത്രയ്ക്ക് എല്ലാവരും ഫോണായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് അത് പോകുമെന്ന് പറയുമ്പോൾ ഭയങ്കര സീനാണ്. അതിന് ശേഷം പിന്നെ വീഡിയോ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല എന്നല്ല, ആരും എടുക്കാണ്ട് ഫോണ് സൂക്ഷിക്കാറൊന്നുമല്ല. അക്ഷർധാമെല്ലാം പോയി നമ്മൾ ദർഗേന്ന്, നിസാമുദ്ദീൻ ദർഗേന്ന് നോമ്പെല്ലാം തുറന്ന് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാത്രി നമ്മൾ നേരെ ഗുരുദ്വാരയിൽ പോയി. ഗുരുദ്വാരയിൽ നമ്മളെ ലഗേജ് സംഭവമെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ച് കഴിഞ്ഞ്. അപ്പോൾ ഗുരുദ്വാരയിൽ പോയി ലഗേജെല്ലാം എടുത്ത് തൃശ്ശൂർക്കാരെല്ലാം ട്രെയിൻ കയറാൻ പോയി. കാരണം എന്താ വെച്ചാൽ പിറ്റേന്ന് ഏർലി മോർണിംഗ് ആണ് പോലെ ട്രെയിൻ. അപ്പോൾ ആ ഒരു സമയത്ത് 4 മണി ആ സമയത്ത് മെട്രോ ഉണ്ടാവില്ല. മെട്രോ 6 മണി ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് നൈറ്റ് മെട്രോ ക്ലോസ് ആവുന്നതിന് മുമ്പ് തന്നെ പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് എല്ലാവരും പോയി. നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്ത്, ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് അവരോട് ബൈ പറഞ്ഞ് പിന്നെ സ്റ്റേ അടിച്ചിട്ട് പിറ്റേ ദിവസം നമുക്കുള്ള ട്രെയിൻ ഉച്ചക്കാണ്.
അപ്പോൾ സംഭവം കോമഡിയാണ്. ഓലും മംഗളയിലാണ് വന്നത്. പക്ഷേ നമ്മളെ ഓരോ ട്രെയിൻ പിടിച്ചിട്ടിട്ട് നമ്മളെ ട്രെയിൻ ഓവർടേക്ക് ചെയ്ത് പോയ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു നമ്മളെ ട്രെയിൻ കണ്ട് ഒരു വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവം അങ്ങനെയൊക്കെയാണ്. നമ്മളെത്തിയ ശേഷമാണ് ഓരെത്തിയത്. നമ്മൾ കറക്റ്റ് ഇവിടെ പൊലിച്ചൊക്കെ അത്താഴത്തിനെത്തി. ഒരു ദിവസം ഉച്ചക്ക് അവിടെ നിന്ന് അന്നത്തെ രാത്രിക്കത്തെ നോമ്പ് തുറ ട്രെയിനിൽ നിന്ന് പിറ്റേന്നൊക്കത്തെ പൊലിച്ച് ട്രെയിനിൽ നിന്ന് പിന്നെ ഒരു നോമ്പ് തുറയും കൂടി ട്രെയിനിൽ നിന്ന് പിന്നത്തെ ഒരു പൊലിച്ചക്ക് നമ്മൾ വീട്ടിലെത്തി. കറക്റ്റിന് 4 മണിയായപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ വന്നത്. പക്ഷേ നമ്മൾ 4 മണിക്ക് എത്തിയിട്ട് ഓല് അന്ന് രാവിലെ ഒരു 6 മണി 7 മണിയൊക്കെയാണ് ഓല് വീട്ടിലെത്തിയപ്പോൾ. പറയുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് 2 മണിയായ സമയത്ത് ട്രെയിൻ കയറിയത് അന്ന് പൊലിച്ച കയറിയാണ്. ആ ദിവസം പൊലിച്ച് കയറിയാണ്. അപ്പോൾ ഒരു മംഗള VS മറ്റേ എന്താ പറയുക പഞ്ചാബിൽ നിന്ന് എടുക്കുന്ന ഒരു വീക്ക്ലി എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ട്രെയിൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ഒരു സംഭവം. നമ്മളെ ട്രെയിൻ വളരെ സ്റ്റോപ്പ് കുറവാണ്. അപ്പോൾ അത്രയും നൈസായിട്ടുള്ള ഓരോരോ അപ്പം ആ 2 ദിവസം ബ്രെഡായിട്ടും നൈസായിട്ടുള്ള ഓരോരോ ഫുഡൊക്കെ വെച്ചിട്ടാണ് നോമ്പ് തുറന്നതും നോമ്പെടുത്തതൊക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വീട്ടിലെത്തി നേരെ വന്ന് മൊത്തത്തിലൊന്ന് കുളിച്ച് ഫ്രഷായി ഫുഡും കഴിച്ചൊരു കിടപ്പേനി. പിന്നെ രാവിലെ എണീറ്റ് നേരെ പോയി മുടിയെല്ലാം വെട്ടി അങ്ങനെ ഒരു വൃത്തിയായി മൊത്തത്തിൽ പോയി വന്ന ശേഷം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഡൽഹി ഏരിയയൊക്കെ ആകുമ്പോൾ എന്ന് പറയുമ്പം ഈ ഒരു ഫോണ് പോവുക അങ്ങനെ കളവ് പോകുന്ന സംഭവം നോർമലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയ പോകുന്നവരൊക്കെ വളരെ സൂക്ഷിക്കുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഫോൺ പോയവരൊക്കെ ആദ്യമായിട്ടാണ് ഡൽഹിയിൽ. അവരൊക്കെ എന്ന് പറയുമ്പോൾ ജസ്റ്റ് പോക്കറ്റിലിട്ട് നടക്കിയനി ഫോണ്. അപ്പോൾ അവൻ്റെ ടീഷർട്ട് എന്ന് പറയുമ്പോൾ പോക്കറ്റിനാട്ടിയും കുറച്ച് മേലക്കേനി. അപ്പോൾ അതുകൊണ്ട് എടുത്താലും വല്ല അറിയില്ല. പിന്നെ പോക്കറ്റിൽ വെക്കാണ്ടിരിക്കണതാണ് ഏറ്റവും ബെറ്റർ. ഞാനൊക്കെ അറിയുമ്പോൾ നമ്മളെ വേസ്റ്റ് പൗച്ച് പോലുള്ള ഒരു ബാഗിലാണ് എപ്പോഴും വെക്കുക. ഡൽഹിയൊക്കെ എത്തുമ്പോൾ ട്രെയിനിലൊക്കെ എൻ്റെ അരയിലേക്ക് ഉണ്ടാവും അധികവും. പിന്നെ ഡൽഹിയൊക്കെ എത്തുമ്പോൾ ഞാൻ മെല്ലെ ചെസ്റ്റിൻ്റെ അങ്ങോട്ടൊക്കെ വെക്കും. അതാകുമ്പോൾ നമ്മൾ അത്രയും പെട്ടെന്ന് അറിയില്ലേ ഫോൺ പോകണം പോകത്തൊക്കെ. ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യല്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലൊന്നും കൂടെ ഫോണൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് പിടിക്കാൻ കഴിയും. അല്ലെങ്കിൽ എപ്പോഴും കയ്യിൽ മുറുകെ പിടിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഡൽഹിയൊക്കെ പോകുമ്പോൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയ വ്ളോഗ് ഞാൻ ഇവിടെ ചോദിനപ്പോൾ എൻ്റെ പോവുകയാണ്. ഇനി മറ്റൊരു യാത്രാ വീഡിയോ ആയിട്ടോ മറ്റെന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.